ഹായ് ഫ്രണ്ട്സ്. NFT കുറിച്ചുള്ള നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ധാരാളം ആൾക്കാരിൽ നിന്നുള്ള റിക്വസ്റ്റ് വന്നു. ബ്ലോക്ക് ചെയിനെ പറ്റിയും ക്രിപ്റ്റോയെ കുറിച്ചും ഒക്കെ അതിനുള്ള ബേസിക്സ് കൂടെ അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ ഇതിലേക്ക് എത്താൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടായേനെ എന്നുള്ള രീതിയിൽ. എനിവേ അത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മളൊരു ചെറിയ സീരീസ് കൂടെ ആ സീരീസിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും അധികം സമയമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ റീൽസ് ആണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളുള്ള വീഡിയോകളൊന്നും ആർക്കും കാണാനുള്ള ഒരു അറ്റൻഷൻ സ്പാൻ ഇന്ന് ഇല്ല എന്നാണ് പറയുന്നത്. സോ ഇന്ന് മുതൽ നമ്മൾ ക്യാപ്സ്യൂൾ അണ്ടർസ്റ്റാൻഡിങ്, ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ ഇന്ന് മുതൽ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഒരു 3, 4, 5 മിനിറ്റ് കൊണ്ട് യൂട്യൂബും വിക്കിപീഡിയ ഒന്നും നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്ന് ഇതിന്റെ എല്ലാം ബേസിക്സ് നമ്മൾ എവിടുന്ന് തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് നത്തിങ് അതർ ദാൻ ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പേര് കേൾക്കുമ്പോഴത്തേക്കും വളരെ മനസ്സിലാവാൻ കുറെ എന്തോ ചെയിൻ ആണോ ബ്ലോക്ക് ആണോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. ഇതൊന്നുമല്ല. ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ 1980-കളിൽ ഡെവലപ്പ് ചെയ്തു വന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന ലോകത്തിനെ മാറ്റിമറിച്ച ഒരു അത്ഭുതം. നമുക്കറിയാം, ഇന്റർനെറ്റ് ഇല്ലാതെ മിനിറ്റുകൾ പോലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ ഇന്റർനെറ്റിന് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് റീസെന്റ് ആയി മനസ്സിലാക്കാൻ സാധിച്ചത്, വളരെ പെട്ടെന്ന് അത് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ഡാറ്റ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈവസി ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയതിൽ നിന്നും ഉണ്ടായി വന്ന ഒരു നെക്സ്റ്റ് റെവല്യൂഷൻ ആണ് ബ്ലോക്ക് ചെയിൻ. വളരെ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ അടുത്ത ലെവൽ വേർഷൻ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇന്റർനെറ്റ് പോലെ തന്നെ തോന്നാം, പക്ഷേ ഇന്റർനെറ്റിന്റെ അടുത്ത ലെവൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഈ ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്നത്തേക്കായിരുന്നു, ഇത് ആര് ഇൻവെന്റ് ചെയ്തു എന്നുള്ളതൊക്കെ ആയിരിക്കാം നമ്മുടെ മൈൻഡിൽ ഒരുപക്ഷെ ആദ്യം ഉണ്ടായി വരുന്ന ഒരു ഡൗട്ട്. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയിനുമായിട്ട് നമ്മൾ ആകെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസിയിൽ മാത്രമാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിന്റെ വൺ ഓഫ് ദ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിന്റെ വൺ ഓഫ് ദ ആപ്ലിക്കേഷൻസ് മാത്രമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഇനി ബ്ലോക്ക് ചെയിൻ എവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്? ബാങ്കിങ് സെക്ടറിൽ അവരുടെ പല സോഫ്റ്റ്വെയറുകളും അവരുടെ വെബ്സൈറ്റ് ഉൾപ്പെടെ ഇന്ന് ബ്ലോക്ക് ചെയിനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അസറ്റ് മാനേജ്മെന്റ് സെക്ടറിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല ഇന്റർ കൺട്രി പേയ്മെന്റ്സിൽ നമ്മൾ ബ്ലോക്ക് ചെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഹോസ്പിറ്റൽ സെഗ്മെന്റ്സിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ക്രിപ്റ്റോ കറൻസിയുടെ ബേസ് തന്നെ ബ്ലോക്ക് ചെയിൻ ആണ്. ഇനി മുതൽ നാളെ ഒരുപക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഉള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഓൺലൈൻ ഐഡന്റിറ്റി പോലും ബ്ലോക്ക് ചെയിനിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. കോപ്പിറൈറ്റ്, റോയൽറ്റീസ് ഇതിലെല്ലാം എത്തിച്ചേരാൻ വേണ്ടി പോവാണ്. നാളെ ഒരുപക്ഷെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാളെ ബ്ലോക്ക് ചെയിനിൽ കൂടിയാണ് നമ്മുടെ വോട്ടിംഗ് സിസ്റ്റം പോലും നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. എനിവേ, ഹിസ്റ്ററി ഓഫ് ബ്ലോക്ക് ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1991 മുതൽ തന്നെ ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് തുടങ്ങിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് പക്ഷേ കൂടുതൽ പ്രാബല്യത്തിലേക്ക് എത്തിയ ഏകദേശം 2001 കൂടിയാണ്. ഇത് വളരെയേറെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009 സതോഷി നakamoto, അതൊരു വ്യക്തിയാണോ ഒരു കൂട്ടം ആൾക്കാരാണോ എന്നറിയില്ല, ബിറ്റ്കോയിന്റെ വൈറ്റ് പേപ്പർ വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനെ കുറിച്ച് കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം ബ്ലോക്ക് ചെയിൻ എന്താണ്? ഇൻ ഷോർട്ട്, വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ അടുത്ത ലെവൽ വേർഷൻ ആണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി എവിടേക്കാണ് ഇത് എത്തിച്ചേരാൻ പറ്റുന്നതും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. നെക്സ്റ്റ് ലെവൽ അടുത്ത ഒരു സ്റ്റെപ്പിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.